നമ്മളെപ്പോലത്തെ എവിടെയെങ്കിലും വന്ന അപ്പൊ അതൊക്കെ ഇത് വലിച്ചെറിഞ്ഞേക്കണം അങ്ങോട്ട്. നമ്മളെപ്പോലത്തെ സുഹൃത്തുക്കൾ എങ്ങും ഉണ്ടായില്ല. നമ്മുടെ ബന്ധം ഒരിക്കലും പിരിയെ പോലും ഇല്ല. നിനക്കറിയാവോ, നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ പാല് പോലെ ഒരിക്കലും പിരിയില്ല. അയ്യോ പാല് പിരിയും, പാല് പിരിയും. ഇതൊരു ഉദാഹരണം പറഞ്ഞല്ലേ? ഉദാഹരണം പറഞ്ഞാണോ? പാല് പിരിയും കേട്ടോ. ഒന്നും വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ ചില നാട്ടുകാർക്ക് നമ്മളെ കുറിച്ച് ചെറിയൊരു മതിപ്പുണ്ട്. ഒരു കണ്ണുകടി. നമ്മൾ പണിക്ക് പോകുന്നില്ലല്ലോ, അത് കാരണം അവർക്കൊരു കണ്ണുകടിയുണ്ട്. നാട്ടുകാർക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടുകാർക്കുണ്ട്. പറയൂര്, അവര് പറയേണ്ട കാര്യമുണ്ടല്ലോ. കാര്യം നീ പണിക്ക് പോകണ്ടോ? ഞാൻ പണിക്ക് പോകണ്ടല്ലോ. എവിടെ? ഞാൻ ഇന്നലെ പണിക്ക് പോയില്ലേ? എന്നിട്ട് ഞാൻ ആ ഗൾഫുകാരന്റെ വീട്ടിൽ പണിക്ക് പോയി. ഞാൻ ആ ഗേറ്റും തുറന്നിട്ട് ചെല്ലുമ്പോണ്ടല്ല, ഒരു വലിയൊരു പട്ടി എന്നിട്ട് ഓടിക്കോ ചുറ്റിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത്, എന്റെ സഞ്ചി ഇരുന്ന ഉള്ളി എടുത്ത് ഞാൻ ആ പട്ടിയെ കക്രം പിക്കം വെട്ടി കൊന്നങ്ങോട്ട് കളഞ്ഞു. ഈ ഗൾഫുകാരൻ പുറത്തേക്ക് ഇറങ്ങിട്ട് പറയണേ, നിനക്കിവിടെ പണിയില്ലെന്ന്. പുള്ളി പറഞ്ഞത് എടേ, ഈ പട്ടിക്ക് കൂട് കെട്ടാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കണത്. പട്ടി ചത്തില്ലേ? പണി നിന്നെ കൊല്ലണം ആദ്യം, മനസ്സിലായോ? ഞാൻ ഒരു കാര്യം പറയാം, അവന്റെ കാര്യം അങ്ങനെ. നീ എന്താ പണിക്ക് പോകത്തത്? എന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലടാ. എന്താ? എന്റെ അച്ഛന് സുഖമില്ലാണ്ടിരിക്കല. സുഖലടാ. എന്റെ അച്ഛൻ എന്താ പറ്റിയടാ? എന്താ പറ്റി? നിന്റെ അച്ഛൻ എന്താ പറ്റി? എന്താ പറ്റി? നിനക്കൊല്ലറിയോ? എനിക്കൊരു പിടിയില്ല. അച്ഛനും വരുന്ന മേടിക്കണം, അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കണ ഞാനാണ്. അപ്പൊ പഠിക്ക് പോണം. അതിന് അമ്മ പോകണ്ടല്ലോ. എടാ, ഞാൻ ചോദിക്കണ എന്താ നിന്റെ അച്ഛൻ എന്താ അസുഖം? എന്താണ് ഈ അസുഖം കേട്ടിട്ടുണ്ടല്ലോ? ഞാൻ ഞെട്ടിരിക്കുകയാണ്. എന്റെ കൂട്ടുകാരോട് ഞാൻ ഈ അസുഖം വേണ്ടി നിങ്ങളും കൂടി ഞെട്ടി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നീ അസുഖം എന്താന്ന് പറ. എന്റെ അച്ഛന് പൾസറാ. പൾസറേ? പൾസറല്ല, സ്പ്ലെൻഡർ എന്ന് പറ. സ്പ്ലെൻഡർ. ഈ വയറിനകത്ത് വരുന്ന അസുഖം ഉണ്ടല്ലോ, പൾസറല്ല, അൾസർ. എന്റെ പൊന്നോ, ഒരു ആയും പായും തമ്മിൽ മാറിപ്പോയതല്ലേ? അതുപോലെ ഞാനും അങ്ങോട്ട് മാറ്റി മറിച്ചൊക്കെ ഇട്ട് തരും. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്താ പണിക്ക് പോത്തെ? ഞാൻ എങ്ങനെ പണിക്ക് പോവാനാ? ഈടെ കേരളം മുഴുവൻ ബംഗാളികളല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ബംഗാളി പോയി മലയാളിയെ കെട്ടുന്നു, മലയാളി പോയി ബംഗാളിയെ കെട്ടുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ ഈ കേരളം ഇവർ രണ്ടുപേരും കൂടി മംഗാളിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്ക് ഈ ബംഗാളി എങ്ങനെ കേരളത്തിലേക്ക് വന്നത്? ഈ നിക്കർ വിട്ടുണ്ടാണ് ഇവർ ഇങ്ങോട്ട് കയറി വന്നത്. ഇപ്പൊ ആ നിക്കർ മൊത്തം നമ്മുടെ മലയാളികളായി. നിക്കർ വിട്ടുണ്ടാണ് ഇവര് കല്യാണത്തിന് പോണത് എല്ലാം. അപ്പൊ ഇപ്പൊ ആരാ ഇപ്പൊ ഭരിക്കണാരാണ് ഇവിടെ? ഇതെന്താണ്? ഏതാ മുഖത്തൊരു പാട്? ഒരു ചെറിയ സംഭവം ഉണ്ടായി. എന്താ? അതൊരു സംഭവമാണ്. എന്താടാ? ഇന്നലെ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലിയ എന്റെ കൊച്ചിച്ചന്റെ മോനുണ്ടല്ലോ, ആ ഒരു വൃത്തികെട്ട ചെറുക്കന് എപ്പോ എന്നെ കണ്ടാലും ബിസ്ക്കറ്റ്, ക്രീം ബിസ്ക്കറ്റ് അവന് ഭയങ്കര ഇഷ്ടം. ഇവൻ ഈ ബിസ്ക്കറ്റ് എടുത്തിട്ട് എന്നെ കാണിച്ചിട്ട് എങ്ങനെ ക്രീം എടുത്ത് കാണിക്കും? നമുക്കൊരു ആഗ്രഹം ഇല്ലടാ ഈ ബിസ്ക്കറ്റ് ഒന്നും. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഈ സാധനം തട്ടിപ്പറിച്ച് ഒറ്റ ഓട്ടം അങ്ങോട്ട് ഓടി. എന്റെ അനിയൻ ഈ വിവരം അറിഞ്ഞ അവൻ എന്നെ ഇട്ട് വീട് ചുറ്റിട്ടുണ്ട് ഓടിച്ച്. ഒന്നും പറയണ്ട, അങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ടായി. നീ പാട് വന്ന കാര്യം പറഞ്ഞില്ല. അവനീ കമ്പിപ്പണിയാണ്, ശരിക്കും പറഞ്ഞു ഭയങ്കര കമ്പിപ്പണിയാണ്. അങ്ങനെയാണ് അവന്റെ ഒരു സംഭവം. ഭയങ്കര തഴമ്പാണ് അവൻ. എങ്ങനെ പാടം വന്നത്? ഇതൊക്കെ എന്ത് പ്രശ്നം? എന്റെ വീട്ടിലാണെങ്കിൽ എന്നെ ഒരു വിലയിൽ അച്ഛനും നമുക്ക് ഇവിടെ അങ്ങനെയല്ല. അച്ഛനെ ഇന്നലെ ഒരു 100 രൂപയ്ക്ക് ചാള മേടിച്ചു വന്നു. ചാളെന്ന് വെച്ച പെടക്കണ ചാള. ഇതിനെ വറുത്ത് കൊണ്ട് വെച്ച് മുമ്പിലേക്ക്. അപ്പൊ ഞാനൊരു ചാള എടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെന്നപ്പോഴേ അച്ഛൻ കയ്യേക്കറി പിടിക്കുക. വേല എടുത്തിട്ട് തിന്നാ മതി. കറക്റ്റ് കാര്യമാണ് നിന്റെ അച്ഛൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഈ അച്ഛന്മാരൊക്കെ എന്താ ഇങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു പ്രതികാരം വീട്ടും. എങ്ങനെ? ഇത് കണ്ടാ, ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സംഭവം കണ്ടേ? ഇതെന്നാ നോക്കിയേ, 2 കോടി ലോട്ടറി. ഇത് അടിച്ചാണ്ടല്ല അച്ഛന്റെ ഞാൻ പ്രതികാരം ചെയ്യും. നീ എങ്ങനെ പ്രതികാരം ചെയ്യുന്ന പറഞ്ഞത്? ഈ 2 കോടി അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഞാൻ നിനക്ക് തരും, കുറച്ച് ഞാൻ ഇവന് കൊടുക്കും, ബാക്കി കുറച്ച് ഞാൻ ബാങ്കിലിടും. പിന്നെ ഉണ്ടല്ലോ കാശ്, ഞാൻ എന്ത് ചെയ്യും? നമ്മൾ അടിച്ചു പൊളിക്കും. അതിന് കുറച്ച് കാശ് എടുത്തിട്ട് ഒരു വലിയൊരു സ്രാവനം ഇങ്ങോട്ട് മേടിക്കും. എന്നിട്ട് ഞാൻ വറുത്ത് അച്ഛന്റെ പേര് എഴുതി 2-3 മെഴുകുതിരിയും കത്തിച്ച് വെച്ച് അച്ഛന്റെ മുന്നിൽ കൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ അച്ഛൻ അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് തിന്നാൻ നേരത്തെ ഞാൻ പറയും, കൈയൊക്കെ പിടിച്ചിട്ട് പറയും, ഉളിപ്പില്ല നിനക്ക് തിന്നാൻ. പുള്ളിയുടെ നീ അത് പറയണം. ഞാൻ വേറൊരു കാര്യം വിട്ടാ, നമ്മുടെ വീട്ടിൽ നമുക്ക് വിലയില്ല. ഈ വില ഉണ്ടാക്കിയിരിക്കണ നമ്മൾ പണിക്ക് പോകണം. ഒരൊറ്റ വഴിയുള്ളൂ. എന്താണ്? നമ്മൾ ചെറിയൊരു ബിസിനസ് തുടങ്ങണം. ബിസിനസ്? അത് കിടുക്ക സംഭവം, ഞാൻ പറയാതിരിക്കുന്നു. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഗോൾഡ് ബിസിനസ് തുടങ്ങിയാലോ? അടിപൊളി. ഗോൾഡിന്റെ ആണെങ്കിൽ നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ നല്ല കാശുകാരാവും. ഒരു കാര്യം ചെയ്യാം, ഈ ഗോൾഡ് എങ്ങനെ മേടിക്കും? ഇവിടെ ബാങ്കിന്റെ ഫ്രണ്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലേ, എന്ത്? ഗോൾഡ് ലോൺ. ഒറ്റ അടി വെച്ചതല്ല, ഗോൾഡ് ലോൺ എഴുതി വെച്ചിരിക്കണതല്ല. നമ്മൾ ഗോൾഡ് കൊണ്ട് ബാങ്കിൽ പണം വെക്കാൻ അവർ കാശ് തരും. അല്ല, നമുക്ക് ഗോൾഡ് മേടിക്കാൻ കാശ് തരുന്നതല്ല. ഗോൾഡ് വേണ്ട, ഗോൾഡ് പിടിച്ചുള്ള വേറെന്ത് ബിസിനസ് പറ? കൃഷി.
കൃഷി കൃഷിയാണെങ്കിൽ അടിപൊളിയാണ്. കൃഷിയാകുമ്പോ നാട്ടുകാർക്ക് നമ്മളോട് നല്ലൊരു ഇതുണ്ടാവും. മനസ്സിലായോ? കൃഷിയിലെ അറിയാലോ, എന്റെ അച്ഛൻ പേരെടുത്ത് പത്രത്തിലേക്ക് വന്നതാണല്ലോ. അതെ, കഞ്ചാവ് കൃഷിയിലല്ലേ? അയ്യോ, കഞ്ചാവ് കൃഷി വേണ്ട. കഞ്ചാവ് വേണ്ട, വേറെ കഞ്ചാവല്ലെന്ന്. എടാ, വേറെ വെറൈറ്റി ആയിട്ടൊരു കൃഷി വേണം. എന്ത് സൂപ്പർ കൃഷി എന്റെ ഉണ്ട്. എന്താണ്? പപ്പട കൃഷി. പപ്പട കൃഷിയാ? ആ, അല്ല, അപ്പളേ ഈ പപ്പടം വറുത്ത് കൃഷിയോ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയോ നമ്മള്? അല്ല, നമ്മൾ ഈ വറുത്തതെല്ലാം കൂടി പാക്കറ്റ് ചെയ്തിട്ട് നമ്മൾ കൃഷി നടത്തും. എടാ, ഇറക്കാം. എന്നിട്ട് ഇതിനൊക്കെ വെള്ളം കോരി ഒഴിക്കണം. ഈ പപ്പടത്തിന് വെള്ളം. ഈ പപ്പടം ഒന്ന് കേക്കണ എനിക്ക് കല്യാണം. ഒരു കാര്യം ചോദിക്കട്ടെ, ഞെട്ടില്ല വട്ടയില്ല പപ്പടം. ഞാൻ പപ്പടം പിന്നെ പപ്പടത്തിൽ ഈ പപ്പടം ഒന്നും പറയില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പപ്പടം ഇഷ്ടമല്ലെന്ന്. പപ്പടം ഇഷ്ടമല്ല. വേറെ വല്ല കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് കൃഷി ഒന്നും ചെയ്യില്ല, ബിസിനസ് ഒന്നും വേണ്ട. വേണ്ട. എന്ത് പിടിക്കും? രണ്ടുപേരും ഫ്രീ ആണ്. ഇന്നാണ് ഫ്രീ ആണ്. ഇന്നാണ് ഫ്രീ ആണ്. ഫ്രീ ആണ്. അങ്ങനെ നമുക്ക് പണിയും വേണ്ട, ബിസിനസ് വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ സുരഭി തിയേറ്ററിലുണ്ടല്ലോ സണ്ണി ലിയോന്റെ ഹൊറർ സിനിമ ഇറങ്ങിയിട്ട് കാണാൻ പോയാലോ? കുറെ സിനിമയോ? കുറെ സിനിമ അല്ല, ഹൊറർ സിനിമ, പ്രേത സിനിമ ഇറങ്ങിയിട്ട് കാണാൻ പോയാലോ? കാണാൻ പോവാ. ഒരു കാര്യം പറയട്ടെ, ഈ സണ്ണി ലിയോൺ ഈ സിനിമയെ കുറിച്ച് ഒരു ഇന്റർവ്യൂ നടത്തിയായിരുന്നേ. അങ്ങനെ സണ്ണി ലിയോൺ പറഞ്ഞറിയാമോ, ഈ സിനിമ കണ്ട എല്ലാവരും പേടിക്കും. ഇതാണ് വലിയ സംഭവം. ഈ സണ്ണി ലിയോന്റെ സിനിമ എത്ര പ്രാവശ്യം പേടിച്ചിട്ടുള്ളതാ? ഇതിനു മുമ്പ് സണ്ണി ലിയോന്റെ പ്രേത സിനിമ ഇറങ്ങിയിട്ടില്ല പേടിക്കാനായിട്ട്. ആരാ പറഞ്ഞ? സണ്ണി ലിയോന്റെ സിനിമ ഞാൻ വീട്ടിൽ നിന്ന് മൊബൈലിൽ കാണുമ്പോഴേ അച്ഛൻ വരുന്നുണ്ടാ, അമ്മ വരുന്നുണ്ടോ, നമ്മൾ പേടിച്ച് പേടിച്ചിരുന്ന കാണുന്നത്. പേടിച്ചിരുന്നല്ലേ? ചിരിച്ചു കഴിഞ്ഞാ ആയുസ് കൂടും. ആര് പറഞ്ഞു? ചിരിച്ചു കഴിഞ്ഞാൽ ആയുസ് കൂടും. അങ്ങനെ ഉണ്ട്. ചിരിച്ചു കഴിഞ്ഞാൽ ആയുസ് കൂടും. നമ്മൾ വെറുതെ ചിരിച്ചു കഴിഞ്ഞാൽ പ്രാന്താന്ന് പറയാം. ആരാ പറഞ്ഞ? ഓരോ ദിവസം ചിരിക്കുമ്പോഴും ആയുസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ചിരിച്ചു കഴിഞ്ഞാൽ നീ ആയുസ് പറഞ്ഞല്ലേ ഇങ്ങോട്ട് കൂടുതൽ. ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി എന്താ നിനക്ക്? ആമ. ആമ. ഈ ആമ ചിരിക്കണം നീ കണ്ടിട്ടുണ്ടോ? ആമ ചിരിക്കണില്ലേ? എവിടാ ഈ ആമ എവിടെ കിടക്കണം അറിയാവാ? എവിടെ കിടക്കണം? കുളത്തി കിടന്ന് ബോർഡ് ചെയ്യണം. ഈ ആമ ഇങ്ങനെ ഇറങ്ങി ഒരു കോമഡി ഉണ്ടോ നോക്കാൻ. അപ്പൊ ഒരു കോമഡി കാണും. ഈ ആമ നേരെ തലയിൽ വെച്ചകത്ത് ഒരു ചിരിച്ച് മണ്ണ് കപ്പി തലതല്ലി ചിരിച്ച് വീണ്ടും വരും. കോമഡി ഉണ്ടോ നോക്കാൻ. അപ്പൊ ചിരിക്കോ? അപ്പൊ ചിരിക്കല. ഷാപ്പിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ പ്ലേറ്റ് ഇരിക്കും. ഞങ്ങൾ ചിരിച്ചാണ്. എന്തൊക്കെയാ പോണാളെ കണ്ട നീ? ഏതാ? സൂക്ഷിച്ച് നീ ആരാ നോക്ക് നീ? ജോസഫല്ലേ അത്? ഗൾഫിൽ നിന്ന് അവൻ വന്നിട്ട് എത്ര നാളായെന്നറിയാം? എത്ര നാളെ വന്നിട്ട്? അതെ, അവനാള് ഭയങ്കരനായി പോയിട്ടാ. ചെലവും ചെയ്തില്ല വന്നിട്ട്. അവൻ പറഞ്ഞതേ നമുക്ക് ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ പാഴ്ചെലവാകുന്ന അവൻ പറഞ്ഞത്. അവൻ ഇവിടെയൊക്കെ മറ്റേ ചൂണ്ടയൊക്കെ ഇട്ട് വെച്ചവനല്ലേ? ഇപ്പൊ ഭയങ്കര സെറ്റപ്പ് ആയിപ്പല്ലേ? നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചോ? അവന്റെ കയ്യിൽ പൊതിരി കണ്ട? എവിടെ പൊതി കണ്ട നീ അവന്റെ കയ്യില്? അത് വല്ല വീട്ടിലേക്ക് വല്ല സാധനം മേടിച്ചിട്ട് പോണില്ല. നിങ്ങൾ ആരോടും പറയരുത്. സ്വർണ്ണ ബിസ്ക്കറ്റ് ആണത്. ഒരാളെ കുറിച്ച് വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്. സ്വർണ്ണ ബിസ്ക്കറ്റ് ആണ്. പറഞ്ഞ ശരിയാണ്. എന്താ ഈ ദുബായിലവർക്കൊക്കെ ബിസ്ക്കറ്റ് കച്ചവടമാണ്. അല്ല, ഞാനത് നീ ഇത് കണ്ടിട്ടുണ്ടാ? ഞാൻ കണ്ടിട്ടുണ്ട്. നീ എങ്ങനെ കണ്ട്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവൻ പുതിയതായിട്ട് പോകുമ്പോൾ ഞാൻ പുറകെ വിട്ടുവിന്റെ. എന്നിട്ട് വീട്ടിൽ ചേട്ടന്റെ ജനൽ വഴി നോക്കുമ്പോഴേ ഇവനും ഇവന്റെ ഭാര്യയും മക്കളും കൂടെ ചായ മുക്കി കഴിക്കുക. എന്ത്? സ്വർണ്ണ ബിസ്ക്കറ്റ്. എടാ, ഈ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോണ സാധനമാണ്, പുറത്തേക്കല്ല. അതിനാണ് ഞാനും പറഞ്ഞത്. ചായൽ മുക്കി വായി വഴി വയറ്റിലേക്ക് കടത്തുമല്ലേ? എവിടെ കൊണ്ട് ഇറക്കുമൊന്നും മിണ്ടാരി. എവിടെ സ്വർണ്ണ ബിസ്ക്കറ്റ് ആണത്. നിങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് വല്ല അറിയുന്നുണ്ടോ? എന്താണ്? എടാ, റെയിൽവേ ക്രോസിൽ നടന്ന സംഭവം വല്ല അറിഞ്ഞ? എന്താണെന്ന്? എടാ, നമ്മുടെ ചന്ദ്രൻ ചേട്ടന്റെ മാനോട് സൈക്കിളിലും അങ്ങോട്ട് പോയിരുന്നു. പെട്ടെന്ന് ഇവിടുത്തെ ഒരു ലോറി വന്നിട്ട് ചോറിനാൻ പറ്റില്ല. ഭയങ്കര സീനാക്കി പറയരുത്. എന്നിട്ട് ചന്ദ്രൻ ചേട്ടൻ മോൻ എടാ, അവനല്ലടാ ആദ്യം അപ്പുറത്തോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് വന്ന ലോറിയില്ല, അത് വേറെ സൈഡിലോട്ടും പോയി. ട്രെയിനിന്റെ പാട്ടിനും പോയി. വേറെ കുഴപ്പമില്ല. ഇവിടെ പറഞ്ഞായിരുന്നോ? നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ? ഗേറ്റ് തുറന്നു കുഴപ്പമില്ല. എന്തെങ്കിലും മേടിക്കണേ പോയി മേടിച്ചോന്നറിയാൻ വേണ്ടി വന്ന് പറഞ്ഞതേടാവേ. അല്ല, എന്ത് പോയില്ലേ? ഇന്നലെ പോയില്ല. ഇന്നലെ ഭയങ്കര ശരീരം. പണിക്ക് പോണോണ്ടാ. പണിക്ക് പോകാതെ ഇവിടെ വന്ന് ഇരിക്കാൻ നോക്ക്. ഇവിടെ ഞങ്ങളിവിടെ കൂട്ടുകൂട്. എന്നെങ്കിൽ നമ്മളിവിടെ നാട്ടിൽ പുതിയ വില. അങ്ങനെ വായിലോട്ടൊന്നും പോകണ്ടേ? ഇവിടെ വന്ന് ഇരുന്നാ മതിയാ. എടാ, പണിയെടുക്കണം. പണിയെടുത്ത് ജീവിക്കാൻ നോക്ക് നീക്കാം. അല്ല, ചേട്ടന്റെ ഭാര്യ മരിച്ചിട്ട് ഒരു വർഷമായില്ലേ? ആ, അടുത്ത ആഴ്ച ആണ്ടാടാ. അല്ലേ? ആണ്ടാ. ഈ പുഴയല്ലേ മുങ്ങി മരിച്ചത്? നമ്മുടെ പുഴയെ കിടന്നാ മുങ്ങി മരിച്ചത്. ആരും കണ്ടില്ലേ ഇത്? കണ്ടായിരുന്നു. ആര് കണ്ടു? ഞാൻ കണ്ടായിരുന്നു. ചേട്ടൻ എങ്ങനെ കാണണ? എടാ, ഞാൻ ആദ്യക്കട തെങ്ങ് കണ്ട. അതിന്റെ ഹണ്ടത്തിയാൻ ഇരിപ്പുണ്ടായിരുന്നു. എന്റെ ചേട്ടൻ ഇറങ്ങുന്ന ആ പാരിനെ രക്ഷിക്കാൻ പാടില്ലായിരുന്നോ? നീ കല്യാണം കഴിച്ചാണോ? ഇല്ല, കല്യാണം കഴിച്ചില്ല. ഞാൻ വന്നേ. എടാ, സന്തോഷവും സമാധാനമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നമ്മൾ നടിക്കണം. പിന്നെ അവൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഞാൻ ചാകാൻ നിർത്തി ചേട്ടൻ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോന്നു. ദൈവം വല്യവനാടാ. അവൾക്ക് ഒരു ഗ്ലാസ് അല്ല, ഒരു തടാകം തന്നെ അങ്ങ് കൊടുത്തു കളഞ്ഞില്ലേ.
സന്തോഷം. ഏതായാലും ഇങ്ങനെയുള്ള ഉപകാരങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ. ദൈവം വലിയവനാ. എടാ, ഞാൻ ഈ കുട്ടപ്പന് തേങ്ങൊന്ന് കയറാൻ പണിക്കും വേടാ ആറുകൾ നടക്കുക. ഒന്നും ചോദിക്കണ്ടായിരുന്നു. ഒറ്റടിയാന്ന് നീയല്ലേ വിളിച്ചു കയറ്റി ഇയാളെ ഇങ്ങോട്ട്? ഒരു കാര്യം കൊണ്ട് വിളിച്ചത് ഇവനിങ്ങനെ മണ്ടത്തരങ്ങൾക്ക് വിളിച്ചു പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. ഞാൻ തെങ്ങിൽ താഴെ പോടാ. തെങ്ങ് തീർന്നു പോയി കയറിച്ചത് മണ്ടയില്ലാത്ത തെങ്ങാടാ. തെങ്ങ് എടുത്തിട്ട് ആശുപത്രി പോടാ. ചേട്ടാ, സന്തോഷകരമായ കുടുംബജീവിതത്തിന് ചിലതൊക്കെ കണ്ടില്ലെന്ന് കേട്ടില്ലെന്ന് വെച്ചേക്കണം. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഇപ്പോൾ പുള്ളി നമ്മുടെ മുഖത്തോക്ക് ചോദിച്ചെന്താ എന്താ? പെണ്ണ് കിട്ടിയില്ലേന്ന്. എടാ, ഒരു പെണ്ണ് വന്നാൽ നമ്മുടെ ബന്ധം പൊളിഞ്ഞില്ലേ? അത് പൊളിഞ്ഞു. പെണ്ണ് കെട്ടരുതും. അഥവാ പെണ്ണ് കെട്ടുന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് 3 പെണ്ണെ കെട്ടണം. അതെങ്ങനെ ശരിയാവും? ഒരു വീട്ടിൽ 3 പെണ്ണുണ്ടെങ്കിൽ മാത്രം കിട്ടിയാൽ മതി. നമ്മളിപ്പോ ചെല്ലുന്ന വീട്ടിൽ 2 പെണ്ണുകളും കിട്ടിയും മൂത്ത ആളെ ഞാൻ കിട്ടും, ഇളയതിനെ ഞാനും കിട്ടും. അപ്പൊ ഇവൻ പ്രശ്നമാവുമല്ലോ. പിരിഞ്ഞ് ബന്ധം പിരിഞ്ഞ് അപ്പൊ ബന്ധം പിരിയും. വേണ്ട, നിങ്ങളുടെ ബന്ധം പിരിയാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. എന്ത് ചെയ്യും? ഞാൻ ഈ പെമ്പിള്ളേരുടെ അമ്മ അങ്ങോട്ട് കിട്ടിയാല. അപ്പൊ നിങ്ങൾ ആരെന്താ? മക്കള് മക്കള് നിങ്ങൾ മക്കള്, ഞാൻ അച്ഛൻ. അച്ഛൻ. അപ്പോൾ നമ്മുടെ ബന്ധം അടിപൊളി, ബന്ധം പിരിയുന്നില്ല. നീയാണ് മൂത്തവളെ കിട്ടിയത്. ഞാൻ മൂത്തവൻ. ഇങ്ങോട്ട് വന്നേ. നീ പണിക്ക് പോകുന്നുണ്ടോ? പണിക്ക് പോണില്ല, അത്യാവശ്യം അവളുടെ മകളെ നീ പട്ടിണിക്കിടുവാടാ. ഇടോ, എന്റെ മകളെ പട്ടിണിക്കിടുവോ? എന്റെ മകൾ പട്ടിണി കിടക്കാൻ കണ്ടുകൂടാ. പട്ടിണി കിടക്കാൻ പറ്റിയ അവള്. ഇയാളെ എന്നെ തല്ലണ കാര്യം എന്നാന്ന്? നീ മാറിക്കേ. നീ എന്താണ് കാണിക്കണത്? അല്ല, കൂടുതൽ കണ്ട് അതൊരു സങ്കല്പല്ലേ പറഞ്ഞു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ നീ കാണിക്കുന്നത്. പെണ്ണ് വേണ്ട. നമ്മുടെ കുടുംബത്തിൽ പെണ്ണ് വന്നാൽ പെണ്ണ് വന്ന പ്രശ്നം പിരിയും. പെണ്ണ് വരണ്ട. പെണ്ണിനെ തൊട്ടുള്ള കഥ ഇനി വേണ്ട, വിട്ടേക്ക്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച എങ്ങനെയാ? പെണ്ണ് വേണ്ട. മറ്റേ എനിക്ക് പെണ്ണ് വേണോടാ. എനിക്ക് പെണ്ണ് വേണം. നീ നിനക്ക് ഇവിടെ പെണ്ണ്? അല്ല, ഞാൻ കുറെ നാളായിട്ട് പറയാത്തൊരു രഹസ്യം. എന്റെ ജീവിതത്തിൽ നിങ്ങളോട് ഞാൻ പറയാത്തൊരേ ഒരേ രഹസ്യം ഇത് മാത്രമേ ഉള്ളൂ. ഏതാണ്? വേറൊന്നല്ലടാ. വർഷങ്ങളായിട്ട് ഞാനൊരു പെണ്ണോട്ട് ഭയങ്കര പ്രേമത്തിലാ. 2ാം ക്ലാസ് മുതൽ പഠിക്കുമ്പോൾ ഉണ്ടാ പ്രേമേ. പക്ഷെ എനിക്കിത് പറയാൻ പറ്റിയിട്ടില്ല. പറഞ്ഞാൽ എനിക്ക് എന്തൊരു പേടി പോലെയാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്റെ അമ്മയച്ഛനൊന്നും നടത്തി തരില്ല. പക്ഷെ കൂട്ടുകാരായ നിങ്ങള് എന്റെ കൂടെ നിന്നിട്ട് ഇത് നടത്തി തന്ന എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് നിങ്ങൾ. ആ കാര്യത്തിൽ ഞാൻ ഏറ്റി. നീ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞാൽ മതി, ആ പെണ്ണിന്റെ കാര്യം നിന്നെ വളച്ചൊടിച്ച് നിന്റെ കൈ കൊണ്ടുവിട്ട്. അങ്ങനെ വേറെ വേണമെന്നല്ല. നമ്മുടെ പാലാങ്കടവ് പാലത്തിന്റെ മേലൊരു പെണ്ണില്ല, പ്രിയ. അയ്യോ, സുമാരൻ ചേട്ടൻ മോള്. സുമാരൻ ചേട്ടന്റെ മോള് നല്ല വെളുത്തിട്ടല്ലേ? അയ്യോ, അടിപൊളി കൊച്ചല്ലേ. അവൾ എനിക്ക് ഇഷ്ടമാണ്. അവൾക്ക് എന്നെ ഇഷ്ടം അറിയാൻ പാടില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ എന്നെ കാണുമ്പോ ഒരു ചിരിയൊക്കെ ചിരിക്കാറുണ്ട്. നിന്നെ കാണുമ്പോന്നല്ല. നിന്നെ കണ്ട ആരും ചിരിക്കാത്ത? നിന്നെ കണ്ട ആരും ചിരിച്ചു പോകും. നമ്മളതിന് എത്ര പ്രാവശ്യം ചിരിച്ചിരിക്കുന്നു. ആ, ഇവന്റെ മുഖം ഇരിക്കണ എങ്ങനെയാണ്? ഈ പനത്തേങ്ങനെ മഹർഷിയില്ല അതേപോലെ ഇരിക്കുന്നത്. തല്ലി തപ്പിച്ച് അതല്ല ഞാൻ പറയട്ടെ. എന്റെ ഈ ഒരു പ്രണയം എനിക്ക് പറയണമെങ്കിൽ എന്റെ കൂട്ടുകാരായ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഏറ്റി. ഈ സംഭവം ഞാൻ വളച്ചൊടിച്ച് അങ്ങോട്ട് ഇട്ട് തരാം. നീ ഇങ്ങോട്ട് എന്താ ഇപ്പൊ ഞാൻ ചെന്ന് പറയണ്ട? നീ ഒന്നും പറയണ്ട. കുറെ നാളുകളായിട്ട് എന്റെ നെഞ്ചും തുള്ളിൽ നിന്ന് മടർന്നു വീണ ചില വരികൾ ഞാൻ ഇതിന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നീ ഒന്ന് പോയി പറഞ്ഞാൽ മതി. ഇത് ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഒക്കെ തീർന്നു. റെഡിയാക്കിയാ പോരല്ലേ? ഈ കാര്യം ഞാൻ ഏറ്റാ വളച്ചൊടിച്ച് നിന്റെ മുന്നിൽ കൊണ്ടുവരും. അതെ, എന്നെ കുറിച്ചൊന്ന് കയറ്റി വെക്കണം. അവൻ കയറ്റും. നിന്നെ ജയിലിൽ കയറ്റും മിക്കവാറും. നെഗറ്റീവ് പറഞ്ഞ മൈൻഡ് ഔട്ട് ആവും ഞാൻ. മനസ്സിലായില്ലേ? നീ ഇങ്ങോട്ട് വന്നേ. ഈ തോമസ് കുട്ടി പറയുന്ന കാര്യം നീ വിട്ടുകളാ. അവനാണെങ്കിൽ വിടുവായിത്രേ പറയുള്ളൂ. അവനൊന്ന് പറഞ്ഞു വിടും. ഈ പെണ്ണിനെ എങ്ങനെ വന്നാലും വളച്ചൊടിച്ച് ഞാൻ നിന്റെ കയ്യിൽ എത്തിക്കാം വേണമെന്ന് പറയണം അവനോട്. അല്ലെങ്കിൽ ആകെ പ്രശ്നവും അവനെ സൂക്ഷിച്ചോണം. എന്താ എന്താ അവള് വരുന്നുണ്ടാ? എക്സ്ക്യൂസ് മീ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ചിരിച്ചു. ഞാൻ പറഞ്ഞില്ല എന്നെ നമ്മൾ ചിരിക്കാറുണ്ട്. അവിടെ നിന്നെ അല്ല എന്റെ കാര്യം പറഞ്ഞത്. എന്നെ മനസ്സിലായോ? ആ, എനിക്കറിയാം ചേട്ടനെ. എനിക്കറിയാൻ ചേട്ടനെ. 2ാം ക്ലാസ് ഒരുമിച്ച് പഠിക്കാൻ അറിയാണ്ടിരിക്കുവോ? ഓ, ഞാൻ ടിവിയിലും പത്രത്തിലൊക്കെ നിറഞ്ഞു വെക്കുന്ന ആളാണ്. അതെ, മാലഭൂഷ കേസ്. ആ പൊക്കമുള്ള ഒരുത്തനല്ലേ ഇതാ നിക്കണ. അവന് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം കാലം തൊട്ടേ ഭയങ്കര ഇഷ്ടം. എന്നെയോ? ഇത് ഷാജിയല്ലേ? അത് തന്നെ. ചേട്ടൻ കൂടെ വന്നൊരു കാര്യം പറയട്ടെ. ചേട്ടനാണ് ഇവന്റെ ഒക്കെ കാര്യം എന്റെ അടുത്ത് വന്ന് പറയാനായിട്ട്. ഞാൻ എങ്ങനെ പ്രേമിക്കാനാണ് ആ മുഖത്തൊക്കെ നോക്കിയിട്ട്? ചേട്ടനൊരു കാര്യം അറിയോ? ഞാൻ കുറെ നാളായിട്ട് പറയാണ്ട് വെച്ചിരിക്കുന്ന കാര്യം. ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ വന്ന് ബസ് കയറുന്ന കാര്യം എന്താണെന്നറിയോ? എനിക്ക് ഈ ചേട്ടനെ ഇഷ്ടം. ഈ ചേട്ടൻ കണ്ണ് ഞാൻ എന്ത് സ്വപ്നം കാണും. സത്യം സത്യം. എന്താ ചേട്ടാ കയ്യില്? ഇത് അവനൊരു മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടവനെ ഷാജിക്ക്. അപ്പൊ ഞാൻ പുറത്തോട്ട് പോകുമ്പോ
ഇച്ചിരി പച്ചക്കറി പോലത്തെ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമെങ്കിൽ മേടിച്ചിട്ട് വരാൻ കേട്ടാ. വിളിക്കാൻ കിട്ടും. ആ ശരി. വിളിക്കാം. എന്തായി എന്തായി നടക്കൂല മോനെ. ആ കൊച്ചു വേറെ സെറ്റപ്പിലാണെന്ന്. സെറ്റപ്പാ അങ്ങനെയല്ല, ആ കൊച്ചു വേറെ രീതിയിൽ നിൽക്കണം. നിന്നെ കണ്ടത് ആരാടി ഇഷ്ടപ്പെടുന്നത്? ഞാൻ പറഞ്ഞില്ല എപ്പോഴാ ഇവൻ പോയാൽ നടക്കരുത്. ഈ സാധനം പിടിച്ച് നീ വേറെ കുറെ കാര്യങ്ങൾ ഇവൻ ചെയ്യാൻ. പോയാൽ നടക്കരുത്. ദേ, നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഞാനാ. ഞാൻ പോയി നടത്തി തരാം. നടത്തൂ ആ നീ ഇങ്ങട് മാറിയതേ. നടത്തിട്ടാ നടക്കൂല, നടക്കൂല അത്. അനുഗ്രഹിക്ക്, 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 അനുഗ്രഹിക്ക്. അനുഗ്രഹിക്കാൻ പറഞ്ഞു. ഒന്ന് അനുഗ്രഹിച്ചു വിട്ടേരി. നടത്തു പോട്ടോ എല്ലാരും റെഡി ആക്കണേ. ഇത് വേണ്ട കേട്ടാ, ഇത് വേണ്ട. നീ പോയേ നിനക്ക് നീ വിചാരിച്ചു നടന്നില്ല. എടാ, വേണ്ടത് നടത്തിയില്ല പോടാ. ഇത് വേണ്ടതും പോടാ. എന്താ പ്രിയല്ലേ? അതെ ഫ്രീയാണ്. ഷാജി ഇല്ലേ, ഷാജി. ആ. ഷാജി കുഞ്ഞിലെ മൂലി കൊച്ചിനെ പ്രേമിക്കുക. ശ്ശോ, ഇത് എന്തൊരു കഷ്ടവാ. ചേട്ടൻ ഇങ്ങോട്ട് ഒന്ന് വന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്ക്. എന്നെ പോലെ ഇത്രയും സുന്ദരിയായ പെണ്ണിന് ആ കഷണ്ടി തലേണ്ട ആവശ്യമുണ്ടോ? ചേട്ടൻ നോക്ക്. എനിക്കും തോന്നി. ഞാൻ എങ്ങനെ അയാളെ പ്രേമിക്കാനാ? ചേട്ടൻ ഒരു സത്യം അറിയോ? ഞാൻ എന്തിനാ ഡെയിലി ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കയറുന്ന എന്തിനാന്നറിയോ? എന്തിനാ? എന്റെ ജീവിതത്തിൽ ഞാൻ കെട്ടുവാണെങ്കിൽ അത് ചേട്ടനെ മാത്രമേ കെട്ടൂ. ചേട്ടന് അത്രയ്ക്ക് ഇഷ്ടം. ആ പക്ഷെ എന്നാൽ കുഴപ്പമുണ്ടല്ലോ. എന്താ ഏട്ടാ? നമ്മുടെ ജാതി. ഞാൻ ക്രിസ്ത്യാനി, കുട്ടി ഹിന്ദുവാ. അതിനിപ്പോ എന്താ ഏട്ടാ? ഞാൻ ജാതി മാറി വല്ല അന്നക്കുട്ടി അങ്ങ് പേരാക്കിയ പോരെ? അത് മതി. അന്നക്കുട്ടി, തോമസ് കുട്ടി, തോമസ് കുട്ടി, അന്നക്കുട്ടി, അന്നക്കുട്ടി, തോമസ് കുട്ടി, തോമസ് കുട്ടി, അന്നക്കുട്ടി, മാറ പന്നപ്പട്ടി. അതൊന്നും നടക്കേല പോണു. രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കള് ഒരു പെണ്ണിനെ വളച്ചാരെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ടര പേട്ട് പാട്ടിന് പോയല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ ഇഷ്ടം പറയാനായിട്ട്. ഹലോ ഷാജി, നീ ഇങ്ങോട്ട് വന്നേ. നിന്നെ തന്നെ ഇങ്ങ് വന്നേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിനക്ക് എന്നെ 2ാം ക്ലാസ് മുതൽ അറിയാവുന്നതല്ലേ? നിനക്ക് എന്തെങ്കിലും എന്നോട് തുറന്ന് പറയാൻ നിനക്ക് പറഞ്ഞാ പോരെ? എന്തിനീ കണ്ണി കണ്ട ആൾക്കാരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നേ? എനിക്കാണെങ്കിൽ അവന്മാരെ കണ്ണെടുത്താ കണ്ടൂടാ. എനിക്കിഷ്ടമല്ല. എന്ത് കോലവാ. പണിക്ക് പോവൂല, കള്ളും കുടിച്ച് ഇങ്ങനെ തേരാ പാര നടക്ക. നിന്റെ പ്രായത്തിനൊത്ത കൂട്ടാണോ? അച്ഛന്റെ പ്രായം ഉണ്ടല്ലേ. പിന്നെ നീ എന്തിനാ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നേ? എനിക്കറിയാമല്ലോ എന്താ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നോട് തുറന്നു പറ. പക്ഷെ എന്താണെന്ന് അറിയോ, എനിക്ക് ഭയങ്കര എന്തോ എന്നെ ഭയങ്കര ഈഗോ. എനിക്ക് എന്നെ തന്നെ സ്വയം കോംപ്ലക്സ്. മുടിയില്ല, ഒന്നുമില്ല. മുടിയില്ലെന്നാ? ഫഹദ് ഫാസിലിന് മുടിയുണ്ടോ? എന്നിട്ട് നസ്രിയെ കിട്ടിയില്ലേ? അത് വെച്ച് നോക്കി നീ സുന്ദരനല്ലേ? നീ എന്താ പറഞ്ഞു വരുന്നത്? നിന്റെ മുടി സ്ട്രൈറ്റ് ചെയ്തല്ലേ സൂപ്പർ ആയിരിക്കും. പിന്നെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ പറയാത്ത കാര്യം നിന്നോട് തുറന്നു പറയാ. ഐ ലവ് യു. എന്താണ്? എടേ, എനിക്ക് നിന്നെ ഇഷ്ടാണെന്ന്. കരയി നീയൊക്കെ നീ കരഞ്ഞിട്ടല്ലേ ഇവിടെ കരഞ്ഞ നീ. ആത്മാർത്ഥ സുഹൃത്തിനോട് ഒരു പെണ്ണെ കാണാൻ വേണ്ടി പോട്ടെ വളയ്ക്കാന്ന് പറഞ്ഞ് നീയൊക്കെ കൂടി നിന്റെ പേരിൽ അങ്ങോട്ട് വളച്ചെടുത്തല്ലേ. നീ കരയോണ്ട് എനിക്ക് എന്താടാ പ്രിയയുടെ കല്യാണം ഉറപ്പിച്ചു. അതൊക്കെ ഞാൻ അറിഞ്ഞ് അതറിഞ്ഞിട്ടുള്ള കരച്ചിലാണ് ഈ കാണുന്നത്. എടാ, നീയൊക്കെ 2 കൂട്ടുകാരന്മാർ ആത്മാർത്ഥ സുഹൃത്തുക്കളാന്ന് പറഞ്ഞിട്ടേ നിങ്ങൾ 2 പേരും കൂടി ഞാൻ പ്രേമിച്ച പെണ്ണിനെ വളച്ചെടുക്കാന്ന് വിചാരിച്ചല്ലേ. നിങ്ങൾക്ക് അത് വേണോടാ. എനിക്ക് ചിരിക്കണം. നിങ്ങൾ ചിരിക്കണ്ട. അവളെ കെട്ടാൻ പോണ ആരാന്നറിയാവാ? ആരെങ്കിലും ആവട്ടെ. നിങ്ങളുടെ ചേട്ടന്റെ മകൻ. അവർ 10 വർഷമായിട്ട് പ്രേമം അറിയാവാ? ഇവന്റെ ചേട്ടന്റെ മകൻ. അപ്പൊ നീ ചിറ്റപ്പനായല്ലേ? എന്താ ദൈവമേ, ലോകത്തൊരു കാമുകനും ഈ ഒരു ഗതി വരുത്തരുതേ. ചിറ്റപ്പ. ചിറ്റപ്പനല്ലടാ, ചീറ്റപ്പൻ. എന്ന് വെച്ചാ ചീറ്റിക്കപ്പെട്ട അപ്പൻ.